ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പല തരത്തിലുള്ള ക്യൂട്ട്നെസ് ഉണ്ട്. പൊതുവെ നമ്മൾ ക്യൂട്ട്നെസ് എന്ന് പറയുന്നത് പൂച്ചക്കുട്ടീനെയോ പട്ടിക്കുട്ടീനെയോ മനുഷ്യക്കുട്ടീനൊക്കെയാണ്. പക്ഷെ വളർന്ന് വലുതായി മുതുക്കായിട്ടും ക്യൂട്ട്നെസ്സും മെഴുകുന്നതിന് എന്താണെന്ന് വിളിക്കേണ്ടത് മാനസികരോഗ്യ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് കൂട്ടുന്ന നിഞ്ച ടെക്നിക്കാണിത്. ക്യാമറ പ്രത്യേക തരം ഒരു ആംഗിളിൽ വെക്കും, എന്നിട്ട് ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ട് വരും, എന്നിട്ട് ആ പാട്ടും പാടി ക്യൂട്ട്നെസ് മെഴുകും. കിട്ടുന്നതോ മില്യൺസ് വ്യൂവേഴ്സ്. ആ പാട്ടുണ്ടാക്കിയ ആൾക്ക് പോലും അത്രയും വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ടാവില്ല. ഇതെല്ലാം പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മയായിരുന്നു. നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ ക്ലാസ്സിലും മിനിമം ഒരു ഗേളെങ്കിലും ഉണ്ടാവും. വെറുതെ ക്യൂട്ട്നെസ് മെഴുകി ടീച്ചേഴ്സിന്റെയും ബാക്കി സ്റ്റുഡൻസിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പെണ്ണുണ്ടാവും. എനിക്ക് ഇവറ്റകളെ കാണുമ്പോൾ അതിനെയാണ് ഓർമ്മ വരുന്നത്. 2024 മുതൽ നമ്മളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു അവരാതാണ് കാമാച്ചി മാമൻ. ഇത് ആരാന്നറിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു സോങ് ഇറങ്ങി കാമാച്ചി മാമ. ആ കാമാച്ചി മാമ സോങ് കൊണ്ട് ഈ പെണ്ണ് ഇൻഫിനിറ്റ് റീലാണ് എടുത്തു വെച്ചത്. അതോടെ നമ്മൾ വിചാരിച്ചു ഇനി ആ സോങ്ങിൽ റീൽസ് ഒന്നും ചെയ്യൂലെന്ന്. പിന്നെ ഇതാ ലേറ്റസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തതും കാമാച്ചി മാമൻ. അമ്മയാണ് ഞാൻ കല്ലെടുത്തത്. സഹിക്കുന്നതിനുള്ള ഒരു പരിധിയുണ്ട്. ഇത് എന്താണിത്? ഒരു 10,000 റീൽ ചെയ്ത് കാമാച്ചി മാമനെയും കൊണ്ട്, എന്നിട്ട് അത് വീണ്ടും ലേറ്റസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തത്. എനിക്കൊരു കാര്യം മനസ്സിലാകാത്തത്, ഇവർ ഏത് റീലിട്ട് കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് വ്യൂവേഴ്സ് ആണ്. ഞാനെല്ലാം ഇവിടെ കഷ്ടപ്പെട്ടിരുന്ന് തൊണ്ടയും വേനെടുത്ത് വോയിസ് ഓവറും ചെയ്ത് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് ഇടുന്ന് ഒരുത്തനും കാണാൻ സമയമില്ല. ഇതാണെങ്കിൽ നോക്ക്, വെറുതെ ഡ്രസ്സ് ഇട്ടവരും ക്യാമറ ഒരു പ്രത്യേകത ആംഗിളിൽ വെച്ചിട്ട് കാമാച്ചി മാമ സൈറ്റ് അടിക്കുക ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് വ്യൂവേഴ്സ് ആണ് കിട്ടുന്നത്. അങ്ങനെ നമ്മളെ കാമാച്ചി മാമ പുതിയൊരു പാട്ട് പഠിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇനി ഈ പാട്ട് കൊണ്ടായിരിക്കും ഒരു കൊല്ലം നമ്മളെ വെറുപ്പിക്കാൻ പോകുന്നത്. ഓൾറെഡി ഈ പാട്ടിൽ 3-4 റീൽസ് എടുത്ത്. ഇവർക്കാകെ നഷ്ടമില്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഡ്രസ്സ് മാത്രമാണ്. കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കൂട്ടിയാൽ മതി. ദിസ് വീഡിയോ സ്പോൺസേർഡ് ബൈ ജീവിതം. അങ്ങനെ നമ്മൾ ആട് ജീവിതത്തിന്റെ 2ാം ഭാഗം ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം രാജുപേട്ടനാണ് അഭിനയിച്ചെങ്കിൽ ഇപ്രാവശ്യം അഭിനയിക്കുന്നത് എലിൻ ജോസ് പെരേര അവറുകളാണ്. കഴിഞ്ഞ പ്രാവശ്യം ആട് ജീവിതം എന്നായിരുന്നു സിനിമേന്റെ പേര്. ഇപ്രാവശ്യം ജീവിതം എന്നാണ് സിനിമേന്റെ പേര്. എല്ലാവരും സിനിമ പോയിരുന്ന് കാണാൻ മസ്റ്റ് വാച്ചാണ്. കിടില സിനിമയാണ്. ഫസ്റ്റ് ഹാഫിൽ വളി പോയി, സെക്കൻഡ് ഹാഫിൽ വാണം പോയി. ഇതെന്താ അക്കൂരത്തിലെ ഗോൾഡൻ ഫിഷാ? ആനേനെ ഒന്നല്ലല്ലോ തിന്ന് ഇത്രയും വായ വളക്കേണ്ട ആവശ്യം എന്താന്ന്? വായി തുറന്ന ക്യൂട്ട്നെസ് ഇടുന്ന വേറൊരു ജന്തു. ചേച്ചി ഓരോ കാര്യം ചെയ്യുമ്പോൾ അത്രയും ഭാവങ്ങളുണ്ട്. ഒരു കുക്കിങ്ങിൽ ഇത്രയും ക്യൂട്ട്നെസ് മെഴുകിയേറിയേണ്ട ആവശ്യം എന്താന്ന്? ഇത്രയെല്ലാം വികാരജീവി ആവുന്ന എന്തിനാന്ന്? അടുത്ത് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്ന അവരാതാണ് ബൂ ബൂ. ഡീപ്പ് നോക്കിക്കഴിഞ്ഞാൽ എലിൻ ജോസ് പെരേര വളിവിട്ടപ്പെടുത്തതാന്ന് തോന്നും. പക്ഷെ നിങ്ങൾക്ക് തെറ്റി. ഇത് ചേച്ചി ക്യൂട്ട്നെസ് ഇടാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ്. ഓ ക്യൂട്ട്നെസ് കണ്ടില്ലേ ഗൈസ്? അതാ വീണ്ടും ഗോൾഡൻ ഫിഷ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഫുഡ് വെറുത്തു പോകും. അത്രയും വെറുപ്പിക്കലാണെന്ന്. എനിക്കൊരു കാര്യം മനസ്സിലാകാത്തത്, ഓഫ് ക്യാമറയിൽ ഇങ്ങനെ തന്നെയാ തിന്നുന്നത്. ദയവ് ചെയ്ത് ഒരു കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും തിന്നക്കല്ല. സോറി തെറ്റെന്റെ ഭാഗത്താണ്. കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ക്യാമറ ഉണ്ടാവില്ലല്ലോ. പോരാത്തതിന് ചേച്ചിന്റെ ഭാഗം ജിമ്മ് ക്യൂട്ട്നെസ്സും ഉണ്ട്. ഇതെന്താന്ന് അള്ളാന്റെ ഉമ്മ പേടിപ്പിക്കുന്ന. ഇതൊന്നും ആരും രാത്രി കണ്ടക്കല്ല, ചത്തുപോകും. ചേച്ചി ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് പേപ്പട്ടി കടിച്ചോണ്ടാന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റി. ഇത് ക്യൂട്ട്നെസ് ആണ്. ക്യൂട്ട്നെസ് ആദ്യമായിട്ടാണ് ഒരു പേപ്പട്ടി ക്യൂട്ട്നെസ് കാണുന്നത്. ഓക്കെ, അടുത്ത കാട്ടാവരാതം വന്നിട്ടുണ്ട്. ഇനിയൊന്നും ഞാൻ ഈ ജില്ല പോലും കണ്ടിട്ടില്ല. ഡീസൽ ഗേൾ. ഇതെല്ലാം കാണുന്നതിനേക്കാളും നല്ലത് പെട്രോൾ വായിലൊഴിച്ച് തീ കൊളുത്തി ചാകുന്നതാണ്. ഡീസൽ ഗേൾ എന്ന്. തെറ്റെന്റെ ഭാഗത്താണ്. ഡീസൽ അല്ല, ഡസി ഗേളാണ്. കണ്ടപ്പോ തന്നെ മാറ്റി പോയാ മതി. അതിന് നീഡ് സം അറ്റൻഷൻ. ആരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കും. ചേച്ചിനെ റിയൽ ലൈഫിൽ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വരുമ്പോ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇതിനേക്കാൾ ഡോറ പറഞ്ഞ പോലെ ബക്ക ചെന്തുവാ നല്ലത്. അറിയാത്തോണ്ട് വയ്ക്കുന്നു വയ്യ. ഇതിന് ആൾക്കാരെ ശ്രദ്ധ കിട്ടാണ്ട് വരുമ്പോൾ കാണിക്കുന്ന ഒരു നിഞ്ച ടെക്നിക്കാണിത്. ഈ നിഞ്ച ടെക്നിക്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് തൊലിക്കട്ടിയാണ് ഗൈസ്. ഹിഡൻ ടാലന്റ്. ഓക്കെ, നമുക്ക് കുറച്ച് ഹിഡൻ ടാലന്റ് കാണാം. ആദ്യമായി ചേച്ചി മന്ദബുദ്ധിനെ പോലെ അഭിനയിക്കുന്നതായിരിക്കും. അടുത്തത് ചേച്ചി കാണിക്കാൻ പോകുന്നത് ചാണകം ചവിട്ടി എക്സ്പ്രഷൻ. ഓ കഴിവ്. ഇതാണ് കഴിവ്. ഞാനല്ല എന്ത് മൊണ്ണയാന്ന്. ഹിഡൻ ടാലന്റ്. കീപ് ഇറ്റ് ഹിഡൻ. അതാ നല്ലത്. ഫാമിലിയോട് അപരാധം കാണിക്കാൻ വന്നതാ. എന്തെല്ലാനാടാ ഇത്? ഒറ്റക്ക് ഊക്ക് വാങ്ങി കൂട്ടുന്നത്. ഓക്കെ, ഫാമിലിയോടെ ഊക്ക് വാങ്ങാൻ വേണ്ടി വരുന്നതാ. നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ? ഇല്ലെങ്കിലും വേണ്ടില്ല, ഇങ്ങനെ അപ്പിയില്ലാണ്ടിരുന്നാ മതി. ഇവന്റെ പല്ല് കണ്ടിട്ട് ഇവൻ ഫ്ലഷ് അടിക്കേണ്ട സാധനം എടുത്ത് ചവച്ച് തിന്നാ തോന്നുന്നത്. കണ്ടിച്ച് കിടുങ്ങാമണീന്റെ അല്ല, ജാൻമണീന്റെ ആരോ ആന്ന് തോന്നുന്നു. എന്റെ പേരാണ് ജിലേബി.
നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഇതിനെ ജിലേബി എന്നാണ് പറയണത്. നീ പൊട്ടനാണോ? ഇത് പരിപ്പ് വടയാണ്. മണ്ട അത് മുട്ട പപ്സ്. ഇടാ മണ്ട അത് ജിലേബി അല്ല, കപ്പലണ്ടി മിഠായിയാണ്. ആരെങ്കിലും ഉണ്ടോ? എന്തിന്? ഇതെന്താന്ന്? ഇത് ഇട്ട കമന്റ് മാറിപ്പോയാ. ഇത് എന്തെന്നാടാ ഇത്? ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചത് കേട്ടില്ലേ ചേച്ചി? ആരെങ്കിലും ഉണ്ടോന്ന്? അപ്പോൾ ഗൈസ് എന്താ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എടാ നിന്നോട് ഞാൻ നിൻ്റെ വീട്ടിൻ്റെ ആധാരം ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനല്ലേ പറയുന്നില്ലൂ. വീഡിയോ കാണുന്ന ഒരുത്തനെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. 1000 ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരാളാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. സീരിയസ്ലി ബ്രോ, നീ ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ എത്ര കഷ്ടപ്പെട്ട് വീഡിയോസ് ചെയ്യുന്നു. ഞാനൊരു എനിക്ക് എന്താന്ന്, ഞാൻ ഇത് കഴിഞ്ഞിട്ട് കൈകൊട്ടി കളിക്കൊന്നും പോകുന്നില്ല. ഞാൻ ഇരുന്ന് വീഡിയോ ചെയ്യുന്നു, വേറൊരു പണിയില്ല. കണ്ടന്റ് കിട്ടായിട്ട് ഇത്രയും ദിവസം വീഡിയോ ചെയ്യാത്ത. സത്യം പറയട്ടെ, കഷ്ടമുണ്ടാ. എന്തെന്നാടാ? സബ്സ്ക്രൈബ് ചെയ്യടാ. ഓക്കെ ഗൈസ്, ബൈ ബൈ, ലവ് യു ഓൾ. ഓടാ അണ്ടി തളയാ നാരി. നീ ഏതുവനാടാ? എലക്സർ കുണ്ടി അപ്പന്റെ അണ്ടി. പോടാ പോയി പാൽ കൊടിയാടാ. 10th people നോ എറൂരില് സിറ്റിംഗ് ആൻഡ് ചാറ്റിംഗ് ഫ്രം ദർ. നീ ഏതുവനാടാ? നിനക്ക് അണ്ടി ഉണ്ടാ കോപ്പേ? ആർ യു ഇവൻ മാൻ? ഫക്കർ.